കോട്ടയം കോട്ട കാക്കാൻ ഫ്രാൻസിസ് ജോർജ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. രണ്ടാം റൗണ്ട് മുതൽ ലീഡ് നിലനിർത്തിയായിരുന്നു ഫ്രാൻസിസ് ജോർജിന്റെ മുന്നേറ്റം. 44 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നത്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം UDFനും ജോസഫ് വിഭാഗത്തിനും ഉണ്ടായ ആധികാരിക വിജയമാണ്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോട്ടയത്ത് UDF പ്രവർത്തകർ പ്രകടനം നടത്തി. കോട്ടയത്തേത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമെന്ന് ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു. വിജയത്തെ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമല്ലെന്നും LDF UDF പോരാട്ടമായി കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ദേശീയ തലത്തിൽ മാറ്റം വരണമെന്നുള്ള ജനാധിപത്യ മതേതര സമൂഹത്തിന്റെ പൊതുവികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും ഫ്രാൻസിസ് ജോർജ് കൂട്ടിച്ചേർത്തു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിനും കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തോമസ് ചാഴിക്കാടൻ, വിജു ചെറിയാൻ, VP കൊച്ചുമോൻ, തുഷാർ വെള്ളാപ്പള്ളി, PO പീറ്റർ, അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ്, ചന്ദ്രബോസ് P, ജോമാൻ ജോസഫ് സാമ്പ്രിക്കൽ, ജുമാൻ VS, K ജോസഫ്, മാൻഹൌസ് മന്മഥൻ, സന്തോഷ് പുളിക്കൻ, സുനിൽ ആലഞ്ചേരിയിൽ, MM സ്കറിയ, റോവി മറ്റപ്പള്ളി എന്നിവരായിരുന്നു കോട്ടയത്ത് മാറ്റുരച്ച സ്ഥാനാർത്ഥികൾ. എൻലൈറ്റ് ന്യൂസ്, കോട്ടയം.